ഹായ് ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ ലെയർഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ലെയർഡ് മോഡൽ എന്താണെന്നാണ് പറയാൻ പോണത്. The main aim of the layered architecture is to divide the design into small pieces. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിനെ സ്മോൾ പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ മോഡ്യൂൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് ലെയർഡ് ആർക്കിടെക്ചറിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. Each lower layer adds its services to the higher layer to provide full set of services to manage communications and the front application ഒരു application run ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ ലോവർ ലെയറിൽ നിന്നിട്ടോ ഓരോ സർവീസസ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഹയർ ലെയറിലേക്ക് പാസ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് മോഡുലാരിറ്റി ആൻഡ് ക്ലിയർ ഇന്റർഫേസസ്. ഓരോ മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് പറഞ്ഞു. അതായത് ഓരോ മൊഡ്യൂളും ഇൻഡിപെൻഡന്റ് ആയിക്കാരം. അതായത് ഒരു മൊഡ്യൂളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റ് ലെയേഴ്സിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ഇന്റർഫേസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പ്രൊവൈഡ്സ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സബ് സിസ്റ്റംസ്. ഓരോ ലോവർ ലെയറും അല്ലെങ്കിൽ ഹയർ ലെയറിന്റെ സബ് സിസ്റ്റംസ് ആണ് ഓരോ ലെയറിന്റെയും. അപ്പം ആ ഓരോ ലെയേഴ്സും തമ്മിൽ ഇന്ററാക്ഷൻസ് കീപ്പ് ചെയ്യാനും ലെയർഡ് ആർക്കിടെക്ചറിന് കഴിയും. It ensures the independence between the layers by providing the services from lower to higher layer without defining how the services are implemented. എങ്ങനെയാണ് ഓരോ ലെയറിലും സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന കാര്യം മറ്റ് ലെയേഴ്സിന് അറിയില്ല. അതാണ് മോഡുലാരിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഓരോ ലെയറും ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഒരു ലെയറിൽ നടക്കുന്ന കാര്യം ബാക്കിയുള്ള ലെയേഴ്സിന് അറിയാൻ കഴിയില്ല. ഒരു ലെയറിന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെയറിൽ നടക്കുന്ന സർവീസസിന്റെ അറിയേണ്ട കാര്യം മറ്റ് ലെയേഴ്സിന് ഇല്ല. Therefore, any modification in a layer will not affect the other layers. അതുകൊണ്ട് തന്നെ എന്താ, ഒരു ലെയറിൽ നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ എന്തൊക്കെ അൾട്രേഷൻ നടത്തിയാലും അത് മറ്റ് ലെയേഴ്സിന് അഫക്റ്റ് ചെയ്യില്ല. The number of layers, functions or contents of each layer will be vary from network to network. ഓരോ നെറ്റ്വർക്കിലും നമ്പർ ഓഫ് ലെയേഴ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആയിക്കാരം. ഇപ്പോൾ ചില നെറ്റ്വർക്കിൽ നമ്പർ ഓഫ് ലെയേഴ്സ് 3 ആയിക്കാരം, ചിലതിൽ 5 ആയിക്കാരം, ചിലതിൽ 7 ആയിക്കാരം. അങ്ങനെ നെറ്റ്വർക്കിനനുസരിച്ച് ഓരോ ലെയേഴ്സും അതിന്റെ ഫങ്ഷൻസും അതിലുള്ള കണ്ടന്റ്സും ഒക്കെ വാരി ചെയ്യും. However, the purpose of each layer is to provide service from lower to the higher layer and hiding the detail from the layers how the services are implemented. ഇതിന്റെ ലെയർഡ് ആർക്കിടെക്ചറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാല് ലോവർ ലെയറിൽ നിന്ന് ഇൻഫോർമേഷൻ ഹയർ ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതേപോലെ മറ്റ് ലെയേഴ്സിൽ നിന്ന് ഈ ഒരു ലെയറിൽ നടക്കുന്ന സർവീസസ് എന്തൊക്കെ സർവീസസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഹൈഡ് ചെയ്യാം. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് ലെയർഡ് ആർക്കിടെക്ചറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ. The basic elements of layered architecture are services, protocols and interface. Layered architectureന്റെ basic elements ആണ് സർവീസസും പ്രോട്ടോകോൾസും ഇന്റർഫേസസും. And services, എന്താണ് services? It is a set of actions that a layer provides to the higher layer. ലോവർ ലെയർ ഹയർ ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് സർവീസ് എന്ന് പറഞ്ഞാൽ. എന്താണ് പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ടു ഡിഫൈൻ ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് എ ലെയർ യൂസസ് ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വിത്ത് ദി പിയർ എൻറ്റിറ്റി. തൊട്ടടുത്ത നെറ്റ്വർക്കും ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. These rules mainly concern about both the contents and order of the messages user. അതായത് ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഡിറ്റർമൈൻ ചെയ്യാം. ഇനി എന്താണ് ഇന്റർഫേസ്? ഇറ്റ് ഈസ് എ വേ ത്രൂ വിച്ച് ദ മെസ്സേജ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ലെയർ ടു അനദർ ലെയർ. ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന ആ ഒരു വേ ആണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ. In a layer n architecture, layer n on one machine will have a communication with layer n on another machine. അതായത് n layers ഉള്ള ഒരു ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറിന് n layers ഉള്ള മറ്റൊരു ആർക്കിടെക്ചറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. And the rules used in a conversation are known as
ലെയർ എൻ പ്രോട്ടോകോൾ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ്. ആ ഒരു റൂൾസിനെ ഓരോ ലെയറിലും ലെയർ എൻ പ്രോട്ടോകോൾസ് ഉണ്ടാവും. ലെയർ 1-ല് ലെയർ 1 പ്രോട്ടോകോൾ, ലെയർ 2-ല് ലെയർ 2 പ്രോട്ടോകോൾ. ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. ഇത് രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ലേയർഡ് ആർക്കിടെക്ചറിന്റെ ഒരു മോഡലാണ്. അത് ലെയർ 5 ഇത് നിന്നിട്ട് ലെയർ 4-ലേക്ക് ഡാറ്റ പാസ് ചെയ്യും, ലെയർ 3-ലേക്ക് പാസ് ചെയ്യും, ലെയർ 2-ലേക്ക് പാസ് ചെയ്യും, ലെയർ 1-ലേക്ക് പാസ് ചെയ്യും. ലെയർ 1 ഫിസിക്കൽ മീഡിയം ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ലെയർ 1 ഡാറ്റ ഫിസിക്കൽ മീഡിയത്തിലേക്ക് കൊടുക്കും. ഈ ഫിസിക്കൽ മീഡിയത്തിലൂടെ അടുത്ത ഒരു ലെയർ 1 അടുത്ത നെറ്റ്വർക്കിലെ ലെയർ 1-ലേക്ക് പാസ് ചെയ്യും. ഈ ലെയർ 1 എപ്പോഴും ഫിസിക്കൽ മീഡിയം ആയിട്ട് ടച്ച് ഉണ്ടാവും. ഈ ലെയർ 1-ൽ നിന്നിട്ട് ലെയർ 2-ലേക്ക് പാസ് ചെയ്യും, ലെയർ 3-ലേക്ക് പാസ് ചെയ്യും, ലെയർ 4-ലേക്ക് പാസ് ചെയ്യും, ലെയർ 5-ലേക്ക് പാസ് ചെയ്യും. ഈ ലെയർ 5-ന് എപ്പോഴും യൂസർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഈ ഒരു ലെയർ 5-ഉം ലെയർ 4-ഉം തമ്മിലുള്ള ഈ ഒരു ഡാറ്റ പാസ് ചെയ്യുന്ന ഈ ഒരു വേനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റിറ്റിയും ഈ ഒരു എൻറ്റിറ്റി എന്താണ്? രണ്ട് പിയർ എൻറ്റിറ്റികളാണ്. ലെയർ 4-ഉം അടുത്ത പിയർ എൻറ്റിറ്റികൾ. ഈ രണ്ട് ലെയറും തമ്മിൽ എന്തുണ്ടാവും? പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഈ ലെയർ 5 ഇതാണ് ലെയർ 5 പ്രോട്ടോകോൾ, ലെയർ 4 പ്രോട്ടോകോൾ, ലെയർ 3 പ്രോട്ടോകോൾ. അങ്ങനെ ഈ ഒരു പ്രോട്ടോകോൾസ് ആണ് എന്ത് തീരുമാനിക്കുക? അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഏത് ഓർഡറിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, ഏത് ഫോർമാറ്റിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ്. In case of layered architecture, no data is transferred from layer n of one machine to the layer n of another machine. അതായത് ഈ ഒരു ലെയർ എന്നിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അടുത്ത നെറ്റ്വർക്കിന്റെ ലെയർ എന്നിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് each layer passes the data to the layer immediately just below it until the lowest layer is reached. ഏറ്റവും ലോവസ്റ്റ് ലെയർ എത്തോളം എന്ത് ചെയ്യും? തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഫിസിക്കൽ മീഡിയത്തിൽ അടുത്തുള്ള ആ ലെയർ എത്തുമ്പോൾ ആ ലെയർ ഫിസിക്കൽ മീഡിയത്തിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഫിസിക്കൽ മീഡിയത്തിലൂടെയാണ് അടുത്ത നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഡാറ്റ എത്തിച്ചേരുക. Above layer 1 is the physical medium through which the actual communication takes place. ഫിസിക്കൽ മീഡിയത്തിലൂടെയാണ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. In a layered architecture, unmanageable tasks are divided into several small and manageable tasks. മാനേജ് ചെയ്യാൻ പറ്റാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ലെയർഡ് ആർക്കിടെക്ചറിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. The data is passed from the upper layer to the lower layer through an interface. ഇന്റർഫേസിലൂടെയാണ് അപ്പർ ലെയറിൽ നിന്ന് ലോവർ ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുക. A layered architecture provides a clean cutout interface so that minimum information is shared among the different layers. ഓരോ ലെയറിനും ഒരു മിനിമം ഇൻഫോർമേഷൻ, ഏറ്റവും മിനിമം ഇൻഫോർമേഷൻ ആണ് ഓരോ ലെയറിലും പാസ് ചെയ്യാം. It also ensures that the implementation of one layer can be easily replaced by another implementation. ഒരു ലെയറിലെ ഇംപ്ലിമെന്റേഷൻ മറ്റൊരു ലെയറിലെ ഇംപ്ലിമെന്റേഷന് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും. A set of layers and protocols is known as network architecture. ഈ ഒരു കുറച്ച് സെറ്റ് ഓഫ് ലെയേഴ്സും സെറ്റ് ഓഫ് പ്രോട്ടോകോൾസും ഒക്കെയാണ് എന്ത് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു ലെയേർഡ് മോഡൽ എന്ന് പറഞ്ഞാൽ. വൈ ഡു വി റിക്വയർ ലെയേർഡ് ആർക്കിടെക്ചർ? എന്തുകൊണ്ടാണ് നമുക്ക് ലെയേർഡ് ആർക്കിടെക്ചർ ഇത്രയും റിക്വയർഡ് ആയത്? Due to divide and conquer approach, due to modularity, due to easy to modify, due to easy to test. ഈ 4 പോയിന്റ്സ് ആണ് ലെയർഡ് ആർക്കിടെക്ചറിന്റെ ഫങ്ഷൻസ്, പ്രത്യേകതകളാണ് ഇതൊക്കെ. ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്രോച്ച് എന്താണ്?
Divide and conquer approach makes a design process in such a way that the unmanageable tasks are divided into small and manageable tasks. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ നമുക്ക് ചെറിയ ചെറിയ മാനേജബിൾ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. In short, we can say that this approach reduces the complexity of the design. ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ആക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിസൈനിന്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ സാധിക്കും. എന്താണ് മോഡുലാരിറ്റി? ലേയേർഡ് ആർക്കിടെക്ചർ ഈസ് മോഡുലാർ. ലേയേർഡ് ആർക്കിടെക്ചർ എന്താണ്? ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ്. അപ്പോൾ മോഡുലാരിറ്റി പ്രൊവൈഡ്സ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ലെയേഴ്സ്. ഓരോ മൊഡ്യൂൾസ് ആവുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? ആ ഓരോ ലെയേഴ്സും ഇൻഡിപെൻഡന്റ് ആയിക്കാരം. ഈ ഒരു ലെയറിനെ നമ്മൾ അൾട്ടർ ചെയ്താലോ മോഡിഫൈ ചെയ്താലോ ആ ഒരു ലെയറിൽ എന്ത് സർവീസ് നടന്നാലും അത് മറ്റു ലെയേഴ്സിനെ ബാധിക്കില്ല. എന്ത് ചേഞ്ച് നടന്നാലും ആ ലെയറിൽ എന്ത് ചേഞ്ച് നടന്നാലും അത് മറ്റു ലെയേഴ്സിനെ ബാധിക്കില്ല. വിച്ച് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ്. അങ്ങനെ ഓരോ മൊഡ്യൂൾസ് ആവുമ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിലെന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ നടത്തണം എന്നുണ്ടെങ്കിലും ഒക്കെ ഈസിയാണ്. ഈസി ടു മോഡിഫൈ. ഇറ്റ് എൻഷുവേഴ്സ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ലെയേഴ്സ് സോ ദാറ്റ് implementation in one layer can be changed without affecting the other layers. മറ്റ് ലെയേഴ്സിനെ ബാധിക്കാതെ തന്നെ ഓരോ ലെയറും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ലെയറിനെ ബാധിക്കാതെ തന്നെ ആ ഒരു ലെയറിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ കഴിയും. അതായത് ഹയർ ലെയറിനോ ലോവർ ലെയറിനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ അതിൽ ചെയ്താലും. ഈസി ടു ടെസ്റ്റ്. Each layer of layered architecture can be analyzed and tested individually. ഓരോ മൊഡ്യൂൾസ് ആയതുകൊണ്ട് ഓരോ ലെയേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നാലും ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തി എന്തെങ്കിലും ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, അത് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് മനസ്സിലാവും ഏത് ലെയറിലാണ് ബഗ്സ് എന്നൊക്കെ. ഇതൊരു കോംപ്ലക്സ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം. ഇത്രയേ ഉള്ളൂ ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ഈ ലെയേർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽസ് ആണ് TCP/IP മോഡലും OSI മോഡലും. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.